ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓരോരുത്തരും അവരവരുടെ വേണ്ടപ്പെട്ടവരെ കാണാൻ പോകുന്നതിന് എനിക്കിപ്പോ എന്താ? ഞാൻ ആരെയും തടയില്ല. എനിക്കെന്ത് കാര്യമോ തടഞ്ഞിട്ട്? നീ വയ്ക്കോ. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. ഈ ദിവസം എന്നും ഓർക്കാൻ വേണ്ടി ഡയറിയിൽ കുറിച്ചിടണം. അതിന് ഡയറിയൊക്കെ പോയില്ലരുതോ? ആ, മനസ്സിന്റെ ഡയറിയിൽ കുറിച്ചിട്ടാ മതി. പിന്നെ അതൊരിക്കലും ആയില്ല. അമ്മ കാത്തിരിക്കായിരിക്കും അല്ലേ രാജു? അമ്മയ്ക്ക് എന്ത് സന്തോഷായിരിക്കും. അമ്മയ്ക്ക് മാത്രമല്ലല്ലോ, ഈ മകൾക്കും വലിയ സന്തോഷാവില്ലേ? അതെ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരം. ഈ അമ്മ എന്ന സത്യം എത്ര വലുതല്ലേ രാജു? ആ വാക്കിന് സ്നേഹലോകം എന്നായിരിക്കും അർത്ഥം. ഋതുവാ, ഇന്ന് വളരെ നേരത്തെയാണല്ലോ ഓഫീസിലേക്ക്. രാജു ഇവളുടെ കൂടെ പോകുന്നുണ്ടോ? അത് ഞങ്ങൾ പോയിട്ട് വരാച്ച. നിക്ക്. ഓഫീസിലേക്കാണോ അതോ ആ സ്ത്രീയെ കാണാൻ പോവാണോ? ഞാൻ എന്റെ അമ്മയെ കാണാൻ വരും, എന്റെ രാജുവിനൊപ്പം. ഈ ഒരു സിറ്റുവേഷന് വേണ്ടി ഞാനും എത്ര ആഗ്രഹിച്ചതാ. ഇപ്പൊ എന്ത് സന്തോഷാണെന്നോ. അത് ശരി, അവളെ കാണാൻ പോകുന്നു. നിന്നെ ഞാൻ നാളെ വിടാടി. നീ ഒരുങ്ങിയിരുന്നു. പ്രതാപ, ഒരു കാര്യം. മകളെ, അമ്മയെ കാണാൻ നാളെ പോകുന്നുണ്ട്. മനസ്സിലായില്ല. ഋതിക നാളെ പത്മാവതിയെ കാണാൻ പോകുന്നുണ്ടെന്ന്. ചേച്ചിയോട് ആരാ പറഞ്ഞേ? അവള് പത്മയോട് ഫോണിൽ വിളിച്ച് പറയുന്നത് ഞാൻ കേട്ടതാ. അത് ശരി. അപ്പോ പുതിയ ബന്ധങ്ങളൊക്കെ ആരംഭിച്ചു അല്ലേ? ഇതൊക്കെ കുറെ നാളായി തുടങ്ങിയിട്ട്. ഞാൻ നിന്റെ മനസ്സ് വിഷമിക്കുമെന്ന് കരുതി ഇതുവരെ പറയാതിരുന്നതാ. അതല്ലെങ്കിലും അവൾക്ക് ചോറ് ഇവിടെയും കൂറ് അവിടെയോ പ്രതാപ. ഇതൊക്കെ ഇങ്ങനെ വരുമെന്ന് ഞാൻ നേരത്തെ ചിന്തിച്ചതാ. വിത്തുഗുണം 10 ഗുണമെന്ന് നീ കേട്ടിട്ടില്ലേ? ബ്ലഡിലുള്ളത് അവള് കാണിക്കും. അവള് പോട്ടെ, അമ്മയെ കാണട്ടെ. നീ തടയണ്ട. ഇപ്പൊ നീ വിലയ്ക്ക, മറ്റൊരവസരത്തില് നീ അറിയാതെ അവള് പോകും. ഒന്നുകിൽ അവൾ, അല്ലെങ്കിൽ ഞാൻ. രണ്ടും കൂടി എന്തായാലും വേണ്ട. ചേച്ചി വയ്ക്കോ. ഞാൻ ചോദിച്ചു കേട്ടില്ലേ, എന്താ ഇങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കുന്നേ? എന്തെങ്കിലും ഒരു മറുപടി പറയ. ആ സ്ത്രീയുടെ വീട്ടിലേക്കാണോ നീ പോകുന്നത്? അതെ. അതങ്ങ് പറഞ്ഞ പോലെ. ഇത്രയും ബലം പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഓരോരുത്തരും അവരവരുടെ വേണ്ടപ്പെട്ടവരെ കാണാൻ പോകുന്നതിന് എനിക്കിപ്പോ എന്താ? ഞാൻ ആരെയും തടയില്ല. എനിക്കെന്ത് കാര്യമോ തടഞ്ഞിട്ട്?
നീ വയ്ക്കൂ. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. ആ സ്ത്രീയോട് ബന്ധം സ്ഥാപിക്കാൻ പോകുന്ന ആർക്കും പിന്നെ എന്നോട് ഒരു ബന്ധവും ഉണ്ടാവില്ല. ഞാൻ താമസിക്കുന്ന വീട്ടിലും പ്രവേശനം ഉണ്ടായില്ല. എന്റെ കൺവെട്ടത്ത് പോലും അങ്ങനെയുള്ളവരെ കണ്ടുപോകരുത്. ഇവരുടെ ഒരു സന്തോഷം കണ്ടില്ലേ? പോയിസൺ. നിൽക്ക. ആ സ്ത്രീയുമായി സഹകരിക്കാനും സംസാരിക്കാനും നിനക്ക് വഴിയൊരുക്കി തന്നത് ഇവനാണോ? ചോദിച്ചു കേട്ടില്ലേ? അതിനുള്ള സാഹചര്യം ഒരുക്കി തന്നത് രാജു ആണോ എന്ന്? അല്ല. ആണെങ്കിലും അല്ലെങ്കിലും ഇനി അവളുമായി എന്തെങ്കിലും കോണ്ടാക്ട് നടത്തിയെന്ന് ഞാൻ അറിഞ്ഞ ബാക്കി ഞാൻ പറയണ്ടല്ലോ. എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചോ? എനിക്ക് യാതൊരു വിരോധവുമില്ല. ഞാൻ പല സ്ഥലങ്ങളിലും ജീവിതത്തിലും തോറ്റവനാ. എന്റെ ഹൃദയത്തിലും കുത്തിക്കോ, വിരോധമില്ല. ചിലരോടൊക്കെ ഞാൻ ക്ഷമിച്ചെന്ന് വരും. പക്ഷേ അപമാനിക്കരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഹലോ, ഞാനാ സാന്ദ്ര, ദീപക്. മനസ്സിലായി. ദീപക് പറയൂ. സാന്ദ്ര ഇപ്പോഴും ഓഫീസിലാണോ? അല്ല, പുറത്താ. പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞ ഡീലിന്റെ കാര്യത്തെക്കുറിച്ച് ഇതുവരെ സാന്ദ്ര ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അതിനെക്കുറിച്ച് ഒത്തിരി ആലോചിച്ചു. എന്നോട് സ്നേഹപൂർവ്വം പെരുമാറിയിട്ടുള്ളവളാ ഋതിക മാഡം. അതുകൊണ്ടെന്താ? അതുകൊണ്ടൊന്നുമില്ല. അതാ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ഒരാളെ ചതിക്കണമെങ്കിൽ എനിക്ക് തക്കതായ പ്രതിഫലം കിട്ടണം. അകലേ നോവിനാലേ